طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد. فهل أنتم طيبون؟ മക്കളെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? സുഖമല്ലേ? فأنتم ماذا كتبتم الواجبات المنزلية. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? فأن شميل وأسرته زارا مصر وشاهد كثيرا من المناطق السياحية. ധാരാളം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു അല്ലേ? അങ്ങനെ അന്നഹും മദാ റജഉ ഇലാ ബൈതിഹിം, അവരുടെ വീട്ടിലേക്ക് അവർ മടങ്ങി. വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം ഫിൽ യൗമിൽ ഖാദിം, മദാ ഫിൽ യൗമിൽ ഖാദിം, അൽ ഖാദിം നെക്സ്റ്റ് ഡേ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണിത്. അതിനെക്കുറിച്ച് താഴെ വരുന്നുണ്ട്. പിറ്റേ ദിവസം അന്നഹു ദഹബ, അന്ന ഷമീൽ ദഹബ ഇലാ അയ്ൻ മഹദാ ഇലാ മദ്രസതിഹി ഫലഖിയ ഹുനാക ഉസ്റതുഹു ഫലഖിയ സദീഖഹു തമീം. മൻ ഹുവ തമീമിനെ കണ്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ. അപ്പൊ അവർ യാത്രയൊക്കെ പോയതല്ലേ, കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. ഫഹാദാ ഹുവ അൽ ഹിവാർ നദ്റുസ് അൽ യൗം. നമ്മൾ ഇന്ന് അതാണ് പഠിക്കുന്നത്. ഓക്കെ. റിഹ്ലത്തുൻ മുരീഹ. മദ റിഹ്ല? الرحلة أن شميل ذهب إلى الرحلة. യാത്രയിലാ പോയത് അല്ലേ? റിഹ്ല യാത്ര, മുരീഹ കംഫർട്ട് അല്ലേ? കംഫർട്ട് എന്ന് പറഞ്ഞാൽ കംഫർട്ട് നല്ല ആശ്വാസം, അതായത് ഒരു പ്രശ്നമില്ലാതെ തിരിച്ചു വന്നു. റിഹലത്തുൻ മുരീഹ, കംഫർട്ട് ജേണി എന്നർത്ഥം. അതാ കംഫർട്ട് ജേണി. ഫഹുനാക ഷമീൽ വ സദീഖുഹു തമീം. മാദാ തഹാവറ ബൈനഹുമാ. അവർ തമ്മിൽ എന്താ സംസാരിച്ച് നമുക്ക് നോക്കാം. عاد شميل وأسرته إلى بيته بعد يومين لقي من المدرسة صديقه تميما فجرى بينهما حوار. لا കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിൽ അന്നക്കും ദറസ്തും അൽ ഹിവാറാത്ത്, ധാരാളം ഹിവാറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹിവാറിന്റെ ഒരു രീതിയും മെത്തേഡൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് അറിയാം. അപ്പോൾ ശ്രദ്ധിക്കുക. عاد شميل وأسرته إلى بيته. شميل أنه رجع من مصر. مصر അവർ മടങ്ങി. إلى أين؟ إلى بيته, വീട്ടിലേക്ക് മടങ്ങി. بعد يومين 2 ദിവസത്തിന് ശേഷം لقي من المدرسة. لقي شميل من المدرسة في المدرسة صديقه. لمن لقي صديقه? കൂട്ടുകാരനെ കണ്ടു. ഇസ്മുഹു തമീം, അവന്റെ പേരെന്താ? തമീം. ഫജറ ബൈനഹുമാ ഹിവാർ. അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. മാദാ ഖാല തമീം അസ്സലാമു അലൈക്കും ഫഖാല ശമീം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്നക്കും തഅരിഫൂൻ, ഇതൊക്കെ അറിയാം നമുക്ക് അല്ലേ? തമീം ചോദിച്ചു മതാ വസൽതും. ആദ്യം ചോദിക്കാനുള്ള എന്തായിരിക്കും? when did you come or when did you return or when did you reach? എപ്പോ നീ എത്തിയില്ലേ? മതാ വസൽതും, നിങ്ങൾ when did you reach? ബഅദ റിഹ്ല, ആഫ്റ്റർ ജേണി, യാത്രയ്ക്ക് ശേഷം നിങ്ങൾ എപ്പോഴാണ് എത്തിയത് അല്ലേ? فقال شميل ماذا قال شميل؟ وصلنا يوم الأحد الماضي. وصلنا, we reached, ഞങ്ങൾ എത്തി. യൗമൽ അഹദ് മാതി, പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ദിവസങ്ങൾ അറിയില്ല മക്കൾക്ക്. യൗമൽ അഹദ് സൺഡേ, യൗമുൽ ഇസ്നൈൻ മൺഡേ, യൗമുൽ സലാസ ട്യൂസ്ഡേ, യൗമുൽ അർബിയ വെനസ്ഡേ, യൗമുൽ ഖമീസ് തേഴ്സ്ഡേ, യൗമുൽ ജുമഅ ഫ്രൈഡേ, യൗമുൽ സബത്ത് മാതാ? യൗമുൽ സബത്ത് സാറ്റർഡേ. വേണ്ട മക്കളെ? ഹദാ യൗമുൽ അഹദ്. അൽ അഹദ് ഇതിന്റെ കൂടെ യൗമ് ചേർത്താൽ മതി. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമഅ, യൗമുൽ സബത്ത്. അൽ അയ്യാമു സബഅ, 7 ദിവസങ്ങൾ അല്ലേ? അപ്പോ ഇവിടെ
فهذا الماضي ماذا previous അല്ലെങ്കിൽ ലാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് സൺഡേ എന്നാണ്. അപ്പൊ ഈ വാക്ക് അൽമാലി എന്നുള്ള വാക്ക് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അൽമാലി മത അൽമാലി പ്രീവിയസ് അല്ലെങ്കിൽ ലാസ്റ്റ്, അവസാനത്തെ ഞായറാഴ്ച അല്ലെ, അവസാനത്തെ ബുധനാഴ്ച എന്നങ്ങനെ പറയും. യൗമുൽ അർബിയ അൽമാലി, യൗമുൽ അർബിയ അൽമാലി, അവസാനത്തെ എന്താണ് ഏഴ് ദിവസം, അവസാനത്തെ ബുധനാഴ്ച. കേട്ടോ. അപ്പൊ അൽ മാലി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, അൽ യൗമുൽ മാലി കഴിഞ്ഞ ദിവസം. കേട്ടോ. അങ്ങനെ ഈ മാലി എന്നുള്ള വാക്ക് നിങ്ങൾ അത് സെന്റൻസിൽ കൊണ്ടുവരാൻ പഠിക്കണം കേട്ടോ. വസൽന യൗമൽ അഹദൽ മാലി, ഞങ്ങൾ വി റീച്ച്ഡ് ലാസ്റ്റ് സൺഡേ, ഞങ്ങൾ അവസാനത്തെ ഞായറാഴ്ചയാണ് വന്നത്. فسأل تميم كيف كانت الرحلة? How was your journey? നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? فقال شميل كانت الرحلة مريحة. The journey was very comfort. നല്ല എന്തായിരുന്നു, സുഖകരമായിരുന്നു എന്നർത്ഥം. തമീം ചോദിച്ചു കൈഫ വജബാത്ത് മിസ്ർ, കൈഫ വജബാത്ത് മിസ്ർ, ഹൗ ഈസ് ദ ഫുഡ്സ് ഓഫ് മിസ്ർ, ഈജിപ്ത്. വജബാത്ത് മാത ഫുഡ്സ് അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങൾ, വജബാത്ത് ഫുഡ് അല്ല തഈമ. എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ അവിടുത്തെ ഫുഡുകൾ കണ്ടിട്ടുണ്ടോ? അവിടെ കുറെ ഫുഡുകളുടെ പേര് പറയുന്നുണ്ട്. ഖാല ശമീൽ വജബാത്തുൻ ലസീദ, നല്ല രസകരമായ ഫുഡാണ്, നല്ല രസമുള്ള ഫുഡുകളാണ്. വജബാത്തുൻ ലസീദ, ടേസ്റ്റി ഫുഡ്സ്. വജബാത്തുൻ ലസീദ അകൽന, വി ഹാഡ്, ഞങ്ങൾ കഴിച്ചു. അൽ ഫലാഫിൽ, മാഹി അൽ ഫലാഫിൽ, അവിടുത്തെ ഒരു ഫുഡിന്റെ പേര്. ശരിക്കും നമ്മൾ ഫുൽഫിൽ ഫുൽഫിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ അർത്ഥമുണ്ട്. എന്ത്, നമ്മുടെ നാട്ടിലും കുരുമുളകിന് ഫുൽഫിൽ എന്ന് പറയും. പക്ഷെ ഇവിടെ ഫലാഫിൽ എന്നുള്ളത് മിസ്റിലെ ഒരു ഭക്ഷണത്തിന്റെ ഇതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുകൊണ്ട് മക്കളെ ഫഹാദാഹുവൽ അൽ ഫലാഫിൽ, ഫലാഫിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഫുഡാണ്. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ചിത്രം പറഞ്ഞാൽ അതിന്റെ പേര് മലയാളത്തിലൊന്നും അതിന് പേരൊന്നുമില്ല. വാ ഷക്ഷൂക്ക, ഷക്ഷൂക്ക തആമും മിൻ ബൈള, മുട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ഐറ്റമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഷക്ഷൂക്ക എവിടെയുണ്ട്? ഹാദിഹിയ ഷക്ഷൂക്ക, കണ്ടോ? ഈ ഭാഗത്ത് വരുന്നുണ്ട് ഷക്ഷൂക്ക, കണ്ടോ മക്കളെ? ഓക്കെ. അപ്പൊ പിന്നെ സുമമത കുനാഫ എന്ന് പറയണ്ട, കുനാഫ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ കുനാഫ ശരിക്കും അവിടുത്തെ യഥാർത്ഥ കുനാഫ എങ്ങനെയിരിക്കും അല്ല, ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് കഴിക്കുന്നതാണ്. ഓക്കെ. ലസീദ, അപ്പൊ ഫുഡിന്റെ പേരുകളും അതിന്റെ സംഭവം അറിഞ്ഞാൽ മതി. വജബാത്തുൻ ലസീദ, അല്ല തഈമത്തു മിൻ മിസ്ർ ലസീദ, വെരി ടേസ്റ്റ്. فقال تميم ما رأيك في أهل مصر؟ ما رأيك? What do you think about Misr people, Egyptian people? ഈജിപ്ഷ്യൻ ആളുകളെ കുറിച്ച് നിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഫഖാല ഷമീൽ പറഞ്ഞു ഹും അഹ്ലുൽ ഉഖുവത്തി വൽ മഹബ്ബ, അല്ലെ, അഹ്ലുൽ ഉഖുവ, അവര് നല്ല ഉഖുവത്തിന്റെ ആൾക്കാർ. ഉഖുവ ബ്രദർഹുഡ്, വൽ മഹബ്ബ സ്നേഹവും നല്ല സാഹോദര്യ ബോധവും ഒക്കെ ഉള്ള ആളുകളാണ്. അഹ്ലുൽ ഉഖുവ, ഉഖുവ സാഹോദര്യത്തിന്റെയും, വൽ മഹബ്ബ സ്നേഹത്തിന്റെയും ആളുകളാണ്. ആര്? അഹ്ലു മിസ്ർ, അല്ലെ. ഇവിടെ അവർ എന്ന് പറയാൻ വേണ്ടി ഒരു വാക്കുണ്ടോ? ഹും. ഹും, അത് നോട്ട് ചെയ്യണം. ഹും. അപ്പൊ നേരത്തെ പറഞ്ഞ അൽ മാലി, ഹും, ഈ രണ്ടു വാക്കും നോട്ട് ചെയ്യണം കേട്ടോ. ഹും എന്നുള്ളത് ദേ എന്നർത്ഥം. ദേ, അവർ. സുമ്മ ഖാല തമീം ഇൻഷാ അല്ലാഹ്, അപ്പൊ തമീമിന് ഒരു ആഗ്രഹം. റഗ്ബതുഹു അൻ യസൂറ മിസ്ർ, ഇൻഷാ അല്ലാഹ് സഅസൂറു മിസ്ർ മഅ ഉസ്റതി. സഅസൂറു മിസ്ർ, ഐ വിൽ വിസിറ്റ് ഈജിപ്ത്. മഅ ഉസ്റതി, വിത്ത് മൈ ഉസ്റ, family. മഅ ഉസ്റതി ഫി സനത്തിൽ ഖാദിമ,
ഫിസനത്തിൽ ഖാദിമ. അപ്പൊ നേരത്തെ പറഞ്ഞ അൽ മാലിയുടെ ഓപ്പോസിറ്റ് ആണ് അൽ ഖാദിമ, നെക്സ്റ്റ്. നേരത്തെ മാലിക്ക് എന്താ പറഞ്ഞത്? ലാസ്റ്റ്. മാലി ലാസ്റ്റ്. ഖാദിമ എന്നാൽ നെക്സ്റ്റ്. അസന ഇയർ. അപ്പൊ നെക്സ്റ്റ് വർഷം. അൽ മാലി അൽ ഖാദിമ. അപ്പൊ നമ്മള് യൗമുൽ അഹദ് അൽ ഖാദിം എന്ന് പറയും. അവിടെ ഇവിടെ ഖാദിമത്ത് എന്ന് വരാനുള്ള കാരണം ആ സനത്ത് എന്നുള്ളത് ഒരു മോനസായ വാക്കുകൊണ്ടാണ് ഇവിടെ ഖാദിമത്ത് എന്ന് വന്നത്. ഇനി നോക്കൂ, ഇവിടെ ഇതുപോലെ യൗമുൽ അഹദ് എന്നാണെങ്കിൽ അൽ മാലിക്ക് പകരം മാലി എന്ന് പറഞ്ഞാൽ ഏതാണ്? കഴിഞ്ഞ എന്നാണ്. ഇനി വരുന്ന സൺഡേ, ഇനി വരുന്ന ഞായറാഴ്ച എന്ന് പറയാൻ നമ്മൾ എന്ത് പറയണം? യൗമുൽ അഹദ് അൽ ഖാദിം, യൗമുൽ ഇസ്നൈൻ അൽ ഖാദിം, അഷ്ഹറുൽ ഖാദിം വരുന്ന മാസം, അസ്സനത്തുൽ ഖാദിമ വരുന്ന വർഷം. കേട്ടോ? അങ്ങനെ ഖാദിമത്തും മാലിയും, ഖാദിമും മാലിയും. ഖാദിം എന്ന് വെച്ചാൽ കമ്മിങ്, നെക്സ്റ്റ് എന്നർത്ഥം. കമ്മിങ് അല്ലെങ്കിൽ നെക്സ്റ്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? മാലിമത പ്രീവിയസ് അല്ലെങ്കിൽ ലാസ്റ്റ്. ഓക്കെ. അപ്പോ ഷമീൽ വഫഖ അല്ലാഹു യാസ, അല്ലാഹു നിന്നെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മൻ ദഅ ഷമീൽ, ഷമീൽ പ്രാർത്ഥിച്ചു. വഹുനാക ബഅദുൽ അസ്ഇല. മതാ മതാ വസല ഷമീൽ ഇലാ മിസ്ർ, മിസ്റിലേക്ക് ഷമീൽ എപ്പോഴാണ് എത്തിയത്? അത് നമ്മുടെ പാഠഭാഗത്തിലെ തുടക്കത്തിലാണുള്ളത് അല്ലെ? എവിടെ എപ്പോഴെത്തിയത്? അവര് കെയ്റോ എയർപോർട്ടിൽ എത്തിയില്ലേ? ഫി ഐ സഫഹത്തിൻ, ഏത് പാഠത്തിലാണ്? ഫഹദ ഫി സഫഹതി അൽ ആഷിറ, 10ാമത്തെ പേജിലുണ്ട് അല്ലെ? ബഅദ സഅാത്തിൻ ഹബതത്തി ത്വയ്റ ഫി മത്താരിൽ ഖാഹിറ, കുറെ മണിക്കൂറുകൾക്ക് ശേഷം എന്നാ ഇതിലുള്ളത്. അപ്പൊ ഇവര് എന്താണ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, അപ്പൊ രാവിലെയാണ് പോയത്. അൽ മസാ, ഫിൽ മസാ എന്ന് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് അല്ലെ? ഫിൽ മസാ വൈകുന്നേരം, അല്ലെങ്കിൽ ഫിൽ ദുഹുർ ഉച്ച സമയത്ത് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് ഉത്തരമായിട്ട് കൊടുക്കാം. പുസ്തകത്തിൽ അത് കൃത്യമായി പറയുന്നില്ല. സുമ്മ സുആൽ അസ്സാനി, രണ്ടാമത്തെ എന്താണ് പറയും മക്കളെ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? മാഹി ആസിമത്തു മിസർ, മിസറിന്റെ തലസ്ഥാനം എവിടെയാണ്? നമ്മൾ പറഞ്ഞല്ലോ കെയ്റോ എയർപോർട്ട് അല്ലെ? എവിടെയാണ്? അൽ ഖാഹിറ അല്ലെ? അൽ ഖാഹിറ. അതാ അൽ ഖാഹിറ അവിടെയുണ്ട് എയർപോർട്ട്. കെയ്റോ ആണ് മിസറിന്റെ തലസ്ഥാനം. സുമ്മ, അടുത്ത ചോദ്യം, മാഫി ഐ ലുഗത്തിൻ യതവാസലു അഹ്ലു മിസർ, ഏത് ഭാഷയിലാണ് അഹ്ലു മിസറുകാർ അവർ സംസാരിക്കുന്നത്? ഫിൽ ലുഗൽ അറബിയ്യ അല്ലെ? അറബി ഭാഷയിൽ. ഫി ഐ ലുഗാൻ? ഫിൽ ലുഗൽ അറബിയ്യ. അൽ അറബിയ്യ എന്ന് എഴുതാൻ അറിയാത്തവരുണ്ടോ? ഇല്ല. ഓക്കെ. അൽ അറബിയ്യ, ഫിൽ ലുഗത്തിൽ അറബിയ്യ. അൽ അറബിയ്യ അവിടെ കിടപ്പുണ്ട് കണ്ടോ? ഫിൽ അറബിയ്യ എന്ന് കൊടുക്കണം. ഫി ഐ ലുഗത്തിൻ? ഫിൽ അറബിയ്യ. സുമ്മ വഹുനാക അലൈക്കും അൻ തക്തുബു ഹാദിഹിൽ ജുമൽ ഫി ഹാദൽ, ഇതിൽ നിങ്ങൾ നസ്ഖ് ചെയ്യണം. അതാ നസ്ഖ്, ഖത്ത് കൃത്യാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ഈ വരയിൽ കൃത്യമായി തട്ടുന്ന രീതിയിൽ ഇത് എഴുതണം കേട്ടോ. അതാണ് ആക്ടിവിറ്റി. സുമ്മ ഹുനാക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അൽ മാദി അൽ ഖാദിം. യൗമുൽ അഹദ് അൽ മാദി, അൽ മാദി ലാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ്. യൗമുൽ അഹദ് പ്രീവിയസ് സൺഡേ. അഷ്ഹറുൽ മാദി പ്രീവിയസ് ഇയർ അല്ല, പ്രീവിയസ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത്. അൽ ഉസ്ബൂഉ അൽ മാദി, ഉസ്ബൂഉ വീക്ക്. അൽ ഉസ്ബൂഉ അൽ മാദി പ്രീവിയസ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്. അസ്സനത്തുൽ മാദിയ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ. അൽ ഖാദിം, ഖാദിം നെക്സ്റ്റ് അല്ലെങ്കിൽ കമ്മിങ് എന്നർത്ഥം. യൗമുൽ അഹദുൽ ഖാദിം നെക്സ്റ്റ് സൺഡേ. അഷ്ഹറുൽ ഖാദിം നെക്സ്റ്റ് മന്ത്. അൽ ഉസ്ബൂഉൽ ഖാദിം നെക്സ്റ്റ് വീക്ക്. അസ്സനത്തുൽ ഖാദിമത്തു, കണ്ട സനത്ത് വന്നപ്പോൾ ഖാദിമത്തായി. നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ എന്താണ്? കമ്മിങ് ഇയർ, വരുന്ന വർഷം അല്ലെ? അപ്പൊ
ഇതിങ്ങനെ നമുക്കൊരു കുറച്ച് സെന്റൻസിൽ കൊണ്ടുവരാം. നുഇദ്ദുൽ ജുംല കമാ ഫിൽ മിസാൽ. ഈ വാക്കുകൾ ദഹബ വാലിദു അഹ്മദ്. മൻ ദഹബ? വാലിദു അഹ്മദ് പോയി. ഇലാ ലണ്ടൻ. ഇലാ ലണ്ടൻ. യൗമൽ ജുമഅത്തുൽ മാദി. ഏത് ദിവസം? കഴിഞ്ഞ വെള്ളിയാഴ്ച. സയജ്രി അൽ മെഹ്റജാൻ. കലോത്സവം നടക്കും. ഫി ഷഹ്റിൽ ഖാദിം. മത? ഫി ഷഹ്ർ, നെക്സ്റ്റ് മന്ത്. ഇതേപോലെ നമുക്ക് കുറച്ചെണ്ണം ഉണ്ടാക്കി നോക്കിയാലോ? ഇത് വേണ്ട, ഇവിടെ കുറച്ച് വാക്കുകൾ സാറ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതൊരു ഓർഡറിലാക്കി കഴിഞ്ഞാൽ തക്കൂന് ജുംലത്തൻ സഹിഹ. ഇതൊരു ജുംലയായി നിങ്ങൾക്ക് ആവശ്യമുള്ള ജുംലയായി മാറും. യുഷാരിക്കുൽ വസീർ മന്ത്രി പങ്കെടുക്കും. ഫിൽ ഉസ്ബൂ, ആഴ്ചയിൽ. ഫി ഹഫലത്തി തക്രീം. എന്താ ഫി ഹഫലത്തി തക്രീം? എന്താണ്? ആദരിക്കുന്ന ചടങ്ങിൽ. അൽ ഖാദിം, വരുന്ന. അപ്പോ വരുന്ന ആഴ്ച ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രി പങ്കെടുക്കുന്ന, അല്ലെ? അപ്പൊ അൽ മാഹി അൽ ജുംലത്തുൽ ഊല, ഒന്നാമത്തെ ഏതാ വരിക? യുഷാരിക്കുൽ വസീറു. എന്തിൽ പങ്കെടുക്കും? ഫി ഹഫലത്തി തക്രീം. സെക്കൻഡ് സെന്റൻസ് ഏത് വർഷ? അടുത്ത, അല്ലെ? അടുത്ത ആഴ്ച. അപ്പോ ഫിൽ ഉസ്ബൂ അൽ ഖാദിം. നിങ്ങൾ പറഞ്ഞേ. അപ്പൊ ഈ ഓർഡറിൽ എഴുതി വെക്കും. സുമ്മ ഫി ഷഹർ. ഷഹർ മാതാ? മാസത്തിൽ. ഇലാ മൈസൂർ, മൈസൂരിലേക്ക്. ദഹബ്തു, ഞാൻ പോയി. അൽ മാദി, കഴിഞ്ഞ. അപ്പൊ കഴിഞ്ഞ മാസത്തിൽ ഞാൻ മൈസൂരിലേക്ക് പോയി, അല്ലെ? ഞാൻ പോയി. ദഹബ്തു ഇലാ മൈസൂർ. എവിടേക്ക് പോയി? ഫി ഷഹർ അൽ മാദി. ഇങ്ങനെയാണ് സെന്റൻസ് വേണ്ടത്. സുമ്മ ഉരീദ്, ഐ വാണ്ട്. മക്കത്തൽ മുക്കറമ, മക്ക. അൽ ഖാദിമ, വരുന്ന. സിയാറത്ത, സന്ദർശിക്കുവാൻ. ഫി സനത്തി, വർഷത്തിൽ. അപ്പൊ അടുത്ത വർഷം ഞാൻ മക്ക സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് വരുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെ പറയാം? ഉരീദു, ഞാൻ ഐ വോണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നു സന്ദർശിക്കാൻ. സിയാറത്ത, സന്ദർശിക്കാൻ? മക്കത്തുൽ മുക്കറമ, എപ്പോ? ഫി സനത്തി അൽ ഖാദിമ. ഫഹംതും? ആ ഓർഡറിൽ എഴുതാ. സുമ്മ നറൂഹ്, വി ഗോ, ഞങ്ങൾ പോകും. പോകുന്നു, അല്ലെങ്കിൽ വി വിൽ ഗോ. യൗമു സബത്ത്, ശനിയാഴ്ച. ഇലൽ മഅറദ്, എക്സിബിഷനിലേക്ക്. അൽ ഖാദിം, വരുന്ന. അപ്പോ വരുന്ന ശനിയാഴ്ച ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോകുന്നല്ലേ വേണ്ടത്? നറൂഹ് ആദ്യം, അല്ലെ? എപ്പോഴും നിങ്ങൾ ഇതിലൊരു സെന്റൻസ് കിട്ടുമ്പോൾ അതിൽ എന്തുണ്ടെങ്കിലും ഒരു ഫിഅൽ ഉണ്ടെങ്കിൽ ആ ഫിഅൽ ആദ്യം വെക്കാം. അപ്പൊ നറൂഹു എന്നുള്ളത് ഫിഅൽ, ഒരു വെർബാണ്, അല്ലെ? ഞങ്ങൾ പോകും എന്നുള്ളത്. നറൂഹു, ഞങ്ങൾ പോകും. എവിടേക്ക് പോകും? പിന്നെ എവിടേക്കാ പോകുന്നത്? ഇലൽ മഅറദ്, എക്സിബിഷനിൽ. എപ്പോ പോകും? യൗമ സബത്ത് അൽ ഖാദിം. ഇങ്ങനെ 4 സെന്റൻസ് എഴുതി കൊടുക്കും. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വേറെയും സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.